ക്യാമറ ക്യാമറ എന്ത് ക്യാമറ ക്യാമറ എന്ത് ക്യാമറ? എന്ത് കോക്കറി കാണിക്കാതെ കാര്യം പറ. സേഫ് കേരള പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണസംഖ്യയിൽ ചെറിയ തോതിലെങ്കിലുമുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട്. അതെ, അതെടുത്തു പറയണം. ഈ സേഫ് കേരള പദ്ധതി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് റോഡിൽ സുരക്ഷ ഒരുക്കുക എന്നാണ്. എന്തായാലും അത് വിജയിച്ചതായി മുഖ്യമന്ത്രി തന്നെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ അത് അങ്ങനെ നന്നായി തന്നെ പോകട്ടെ. നമ്മുടെ പൊതുനിരത്തുകളിൽ ട്രാഫിക് ലംഘനങ്ങൾ പരിശോധിക്കുന്നതിനും തടയുന്നതിനും പോലീസും മോട്ടോർ വാഹന വിഭാഗവും ശക്തമായ രീതിയിൽ തന്നെ വാഹന പരിശോധന നടത്തി വരികയാണ്. അയ്യോ, അതിനെ പരിശോധന എന്നൊക്കെ പറഞ്ഞ് ചെറുതാക്കരുത്. അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് യാത്രക്കാരെ പിടിച്ചു പറിക്കുന്നത്. വണ്ടിയിലെ എന്നല്ല, റോഡിലെ ഒരു ചെറിയ നിയമലംഘനം പോലും ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം ജനങ്ങൾ താൻ മുഖ്യം, അല്ലാതെ മാസാവസാനം വട്ടമൊപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. നിയമാനുസൃതമാണ് അത്തരം പരിശോധനകളെല്ലാമെങ്കിലും അത് അവസാനിപ്പിക്കുമെന്ന് പറയാനാണ് ഭാവമെങ്കിൽ അത് വേണ്ട സർ. ഇവരൊക്കെ ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത വളവിലും തിരിവിലും നിൽക്കുന്നത് കണ്ടില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. അതുകൊണ്ടാണ് അത് ചില ഘട്ടത്തിൽ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്നുണ്ട്. അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ല, അങ്ങനെ തോന്നിയാൽ പിന്നെ അത് വേണ്ടെന്ന് വെക്കണം. അതാ നല്ലത്. നിൽക്കുന്നത് കൊണ്ട് ഈ വലിയ കാര്യമൊന്നും അല്ലല്ലോ. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി റോഡിൽ തുടങ്ങണം. അതാകുമ്പോൾ ഇത്രയും പോലീസുകാരെ ഈ വെയിലത്ത് നിർത്തി എന്നൊക്കെയുള്ള പരാതിയൊക്കെ അങ്ങ് ഒഴിവാക്കാമല്ലോ. ഈ നിരത്തിലൂടെയുള്ള സഞ്ചാരം സുഗമമാക്കുക, അത് നിയമപരമാക്കുക, അതിനായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് കൊള്ളാം. എല്ലാത്തിനും ഈ ഒരു സാങ്കേതിക വിദ്യ, ഈ ആധുനികത എന്ന് പറയുന്നത് ഈ എല്ലാ പണമിടപാട് സ്ഥാപനങ്ങൾക്കും വളരെ വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ വാഹനങ്ങളുടെ കാര്യത്തിൽ ഈ ആധുനികത ഇല്ലാഞ്ഞിട്ടാണ് 3 വർഷം മുൻപ് തിരുവനന്തപുരത്ത് മുങ്ങിയ ഒരാളെ അങ്ങ് ബാംഗ്ലൂരിൽ പൊങ്ങിയത്. ഓർമ്മയുണ്ടോ? കോവിഡ് സമയത്തെ. ഇതൊക്കെ നേരത്തെ വേണ്ടതായിരുന്നു. അതിന് മുഖ്യമന്ത്രി വിപുലമായ ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. വേണ്ട, ഇങ്ങനെയാണ് ആ പദ്ധതി. സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തുക, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുക, ഇതിനായി ആധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓട്ടോമേറ്റഡ് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ എന്നീ സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും ഇതോടെ നിലവിൽ വരികയാണ്. ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ. കണ്ടില്ലേ, ഈ ആധുനികത എന്ന് പറഞ്ഞാൽ ഇതാണ്. തീർന്നില്ല. നിങ്ങൾ വിചാരിക്കും പണ്ട് റോഡില് ഒളിപ്പിച്ച് വെച്ച് പെറ്റിയടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ 1-2 എണ്ണം അവിടെയും ഇവിടെയും മരക്കൊമ്പിലും ഏതെങ്കിലും വല്ല ബാത്റൂമിന്റെ സൈഡിലൊക്കെ വെക്കുന്ന ആ ഡൂക്കിലി പരിപാടി ആയിരിക്കുമെന്ന്. എന്നാൽ തെറ്റി. കേട്ടോ, 726 AI ക്യാമറകൾ സംസ്ഥാനത്തൊട്ടാകെ സ്ഥാപിച്ച് ഡിജിറ്റൽ എൻഫോഴ്സ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കുകയാണ്. ഇപ്പോൾ ശരിക്കും സന്തോഷമായില്ലേ എല്ലാവർക്കും? കണ്ടില്ലേ ആ മനുഷ്യൻ്റെ കരുതൽ? ഇനി എങ്ങനെയായിരിക്കുമെന്ന് കാണിച്ചു തരും. ബാക്കി കൂടി കേട്ടാൽ നമുക്ക് സന്തോഷമാവും. ചിലപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തു. വാഹനം തടഞ്ഞു നിർത്തിയുള്ള പരിശോധന വലിയൊരളവിൽ ഒഴിവാക്കാനാകും. വലിയ ഒരളവിൽ കുറയ്ക്കും എന്ന് വെച്ചാൽ മാർഗമധ്യേയുള്ള മോഷണം കുറയും. പിന്നെ കെട്ടിവെച്ചാകും പണി തരുന്നത്. എല്ലാം നമ്മുടെ ഖജനാവിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഒരു സമാധാനം. ഇത് ഒരു വലിയ കള്ളക്കളിയും അഴിമതിയുമാണ്. ദേവന്ന് ശാസ്ത്ര സാങ്കേതിക വിരോധികൾ എന്തെങ്കിലും സമൂഹത്തിന് ഗുണമുള്ള ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ കൃത്യമായി ഇതൊക്കെ എവിടുന്ന് പൊങ്ങി വരുന്നു എന്തോ ഇനി കേട്ടോണം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ കണക്കൊക്കെ കൃത്യമായി പറയാൻ നമ്മുടെ പഴയ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ ആരും.
232 കോടി രൂപ കേരളത്തിലെ ജനങ്ങളെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും നൽകാനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. കേട്ടല്ലോ, അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇനി വേറെ ചില കാര്യങ്ങൾ കൂടി ചെന്നിത്തല ജിക്ക് പറയാനുണ്ട്. അത് ഈ കരാറുമായി ബന്ധപ്പെട്ട ഒരു കിടുതാപ്പ. കെൽട്രോൺ പുറത്തുവിട്ട രേഖ ഞാനും പ്രതിപക്ഷ നേതാവും പുറത്തുവിട്ട രേഖകൾ തന്നെയാണ്. അതിൽ കൂടുതൽ ഒരു രേഖയും പുറത്തുവിട്ടിട്ടില്ല. ഉപകരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കടലാസ് കമ്പനികളെ പറ്റി പുറത്തുവിട്ടിട്ടില്ല. ഇല്ല, അതിപ്പോ ഈ കൺസീൽഡ് ടെൻഡറാണ്. ഈ കൺസീൽഡ് ടെൻഡറിന്റെ വിവരങ്ങളൊന്നും അങ്ങനെ പുറത്തുവിടാൻ പറ്റത്തില്ലല്ലോ. മുഖ്യമന്ത്രി പറയണം, ആരാണ് പ്രസാദിയോ എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമ? രാംജിത്ത് ആരാണ്? അദ്ദേഹമാണോ യഥാർത്ഥ ഉടമ? അതിപ്പോ ചെന്നിത്തലാജി, നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് ചോദിച്ചാൽ മുഖ്യൻ എന്നാ പറയാനാ? ഗോവിന്ദൻ ആരാണെന്നോ ജയരാജൻ ആരാണെന്നോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ പറയുമായിരിക്കും നൻപണ്ട എന്ന്. ഇതിപ്പോ ഒരുമാതിരി അതെണ്ണ നിങ്ങളാണോ അപ്പൊ പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. അത് വി ഡി സതീശൻ തന്നെയാണ്. കേട്ടല്ലോ, വി ഡി സതീശൻ തന്നെയാന്നാ പുള്ളിക്കാരന് പറയുന്നത്. അതിപ്പോ തന്നെ ആ പരിപ്പൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ല. അതാണ് ഒരു കുത്തിത്തിരിപ്പിന് നോക്കിയതാണല്ലേ, ഒത്തില്ല എന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി ചെന്നിത്തലാജി പറഞ്ഞത് കേട്ടിട്ട് കണ്ണു നിറഞ്ഞു പോയി. കരയാൻ തയ്യാറാണെങ്കിൽ ഇതേ കേട്ടോ. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് നിൽക്കും. കേരളത്തിലെ കോൺഗ്രസ് UDF ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ അഴിമതി ഗവൺമെന്റിനെ തുറന്നു കാട്ടും. ഈ ഒറ്റക്കെട്ടുകാർ തന്നെയല്ലേ കഴിഞ്ഞ തവണ എന്തോ ഒരു പണി തന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴായത്. എന്തായാലും ചെന്നിത്തലാജി, നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. പിണറായി വിജയൻ അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞങ്ങൾ ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഓരോന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. തെറ്റിദ്ധരിക്കേണ്ട എന്നാണ് പറയുന്നത്. എന്തായാലും എല്ലാരും കൂടെ ഒരുമിച്ച് ജായിന്റെ സ്ഥിതിക്ക് ഒരു കുടുംബ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് പോടേ. ഇനി മാഷിക്കുണ്ട്, നമ്മുടെ ഗോവിന്ദൻ മാഷിക്ക് വേറൊരു അഭിപ്രായം ഉള്ളത്. ഒന്ന് പറയുന്നത് ആ ശുദ്ധാസനം തന്നെ. എന്നാ പറ്റു ചിരിയാണ്. കേട്ടല്ലോ, ശുദ്ധ അസംബന്ധമാണ്. ഇനി എങ്ങനെയാണ് അത് അസംബന്ധമായതെന്ന് മാഷ് പറഞ്ഞു തരും. ഒരാൾ പറയുന്നത് അതിന്റെ ഒന്നാമത്തെ ഭാഗം ഇങ്ങനെ കാണിച്ചിട്ട് പറയുകയാണ്, ആ രേഖ എന്റെ കയ്യിലുണ്ട്, 57 കോടി രൂപയെ കിട്ടുമായിരുന്നത് 160-ലധികം കോടിയായി. അതിന്റെ രണ്ടാം ഭാഗം നോക്കിയിട്ടില്ല. ഓഹോ, അത് ശരി. അപ്പൊ ഈ അഴിമതിയും ഇപ്പം പാർട്ട് പരിപാടിയായിട്ടാണോ ഇറക്കുന്നത്? ഇതിപ്പോ സീസൺ അങ്ങനെയാണ്ടാ തോന്നുന്നത്. പിന്നെ PS 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കുന്ന പോലെ എല്ലാം പാർട്ടുകളാണ്. രണ്ടാം പാർട്ടിനെ കുറിച്ച് മാഷ് ഒരു സൂചന ഇപ്പൊ തരും. ഒന്നാം ഭാഗം ഇത്. രണ്ടാം ഭാഗം 14 കൺട്രോൾ റൂമും 5 കൊല്ലത്തേക്കുള്ള മെയിൻ്റെനൻസും ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനവും എല്ലാം സംഘടിപ്പിക്കുന്നതിന്റെ ശമ്പളം ഉൾപ്പെടെ എല്ലാം കൊടുക്കുന്നതിന്റെ രണ്ടാം ഭാഗം കൂടി ചേരുമ്പോഴേ പൂർത്തിയാവുള്ളൂ. അതാണ് ഇനിയും വരാനുണ്ട് കഥാപാത്രങ്ങൾ. മാഷ് സസ്പെൻസ് കളയാതെ എന്തായാലും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു, അത്രേ ഉള്ളൂ. ചുരുക്കത്തിൽ മാഷ് പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയോ? തെറ്റായ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാനാവാത്ത രീതിയിലുള്ള പ്രയോഗമാണ്. ഇപ്പം എല്ലാവർക്കും വിശ്വാസമായല്ലോ. കട്ടപ്പ എന്തിനാ ബാഹുബലിയെ പിന്നീന്ന് കുത്തിയതെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ആദ്യം കണ്ടതാണ് ശരിക്കും സെക്കൻഡ് പാർട്ട്. ഇതിപ്പോ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ മാഷെ. രണ്ടാളും പറഞ്ഞതിന് മാഷിന്റെ വക ഇനി ഒരു ചെറിയ കുത്തിത്തിരിപ്പ് പരിപാടി. പ്രതിപക്ഷ നേതൃത്വത്തിന്റെ അകത്ത് ഒരു വടംവലിയാണ്. രമേശ് ചെന്നിത്തല വിചാരിക്കുന്നത് ഞാനൊരു 100 കോടി VD സതീശൻ പറഞ്ഞാൽ 132 കോടി പറഞ്ഞിട്ടെങ്കിൽ പിന്നെ എങ്ങനെയാ അടുത്ത സന്ദർഭത്തിൽ എനിക്ക് ചാൻസ് കിട്ടുക എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ഉന്നം. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് നിൽക്കും. ഒത്തില്ല മാഷേ. ഇപ്പോ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമായല്ലോ. മാഷ് വന്ന് 1ഉം 2ഉം പറഞ്ഞ് സംഗതി ആർക്കും മനസ്സിലാകാത്ത ഒരവസ്ഥയിൽ കൊണ്ട് എത്തിച്ചു. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നാൽ പിന്നെ ശരി, നമുക്ക് സെക്കൻഡ് പാർട്ട് കാണാം.